പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നതിൻ്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം. പാടുവാൻ സ്തുതിപ്പാൻ കൃപ നൽകിയല്ലോ. തിരുവഴുത്തുകളെ കർത്താവേ, നാവിലെടുക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ ഒരു ഗൂഢമല്ല കർത്താവ്, നിന്റെ വിശ്വസ്തതയാണ് ഞങ്ങൾ പരിപാലിക്കുന്നത്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്, അല്പവിശ്വാസമുള്ളവരുണ്ട്, ശത്രുവിൻ്റെ ഉപദ്രവം കയറുമായിട്ട് കലങ്ങിപ്പോയിരിക്കുന്നവരുണ്ട് കർത്താവ്. ലോകത്തിലെ കഷ്ടത ഞങ്ങൾക്കുണ്ട്, അത് മുഖാന്തരം കലങ്ങിയിരിക്കുന്നവരുണ്ട്. എങ്കിലും കർത്താവ്, നീ ലോകത്ത് ജയിച്ചവൻ ഞങ്ങളുടെ സ്നേഹിതനാണല്ലോ. കൃപ ഉയർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കൊളോസ്യ ലേഖനത്തെയും അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള ബന്ധമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതിനകത്ത് നമ്മൾ പല വിഷയങ്ങൾ ചിന്തിച്ചു. നമ്മൾ കൊളോസ്യ ലേഖനത്തിന് അല്പമായിട്ട് ചർച്ച എങ്ങനെയാണ്, അതായത് അവൻ്റെ ശരീരമാകുന്ന സഭ എന്താണെന്നൊന്ന് അല്പമായിട്ട് ചിന്തിക്കുകയാണ്. ആ സഭയ്ക്ക് അവൻ ആരാണെന്ന്. എഫേസ്യ ലേഖനം ശരീരമാകുന്ന സഭയെക്കുറിച്ച് വിവരിക്കുമ്പോൾ കൊളോസ്യ ലേഖനം ശരീരത്തിൻ്റെ തല എങ്ങനെയാണെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ 15-ാം വാക്യം വരെയും കുറച്ച് ഗ്രീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മെ 13-ാം വാക്യം തുടങ്ങി നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കണക്കിടുന്നത് നമ്മുടെ നീതിപ്രവർത്തികളല്ല, അവൻ കണക്കിടുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, ആശ്രയം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആശ്രയിക്കാതെ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളെ നടത്തണമേ, ആരോഗ്യം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയൊക്കെ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്. ശരിയാണ്. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അവനെ പോലെയായി തീരുക, അതാ വേണ്ടത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും. ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അഭിഷക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം, നമ്മെ ആദാമിൻ്റെ സന്തതികൾ, ശിക്ഷാർഹരായ സന്തതികൾ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ ആവശ്യമായ പ്രായശ്ചിത്വം നടത്തി. അത് നടത്തിയെന്നും അവന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് ഡിക്ലെയർ ചെയ്യുകയാണ്. ആ അറ്റോൺമെൻറ്റ് ദൈവം ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരും മേലുള്ള ശിക്ഷയെ മായ്ച്ചു കളയത്തക്കവണ്ണം ആ പ്രായശ്ചിത്തം മതിയായതാണെന്ന് ദൈവം പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് പറയുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവനെ സൗജന്യമായിട്ട് നീതീകരിക്കാം. റോമൻസ് 3:25. ഇനി അവൻ ആരാണെന്ന കാര്യമാണ് ദൈവസഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടി തല എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ തലയെക്കുറിച്ച് പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആധിശരാകുന്നു. Who is the image of the invisible God, the firstborn of every creature. അപ്പോൾ ഈ ഫസ്റ്റ് ബോൺ എന്നൊരു വാക്ക് കേട്ടാൽ കൊണ്ട് നമ്മുടെ ഈ സെഗോവ വിറ്റ്നസ്സുകാർ സഹോദരന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല. അവൻ ഫസ്റ്റ് ബോൺ, അതുകൊണ്ട് ക്രിയേറ്റഡ്. അവൻ ക്രിയേറ്റർ അല്ല എന്ന് പറയുന്നത്. അതിനുള്ള ആൻസർ തന്നെ തൊട്ട് 16 ഇതിനാണ് ഞാൻ വാക്യം പഠിക്കാൻ പറയുന്നത്. ആരെങ്കിലും വന്നിട്ട് 15 മാത്രം ഇംഗ്ലീഷ് പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചാൽ ഫസ്റ്റ് ബോൺ ആണ്, അതുകൊണ്ട് അവൻ ക്രിയേറ്റഡ്, അവൻ ക്രിയേറ്റർ അല്ല, ക്രിയേറ്റഡ് ആണ്, സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ആൻസർ പറയണം. ഇത് പറയണം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. സകലതും എന്ന വാക്കിന്റെ അർത്ഥം ബൈബിൾ എവിടെയൊക്കെ സകലം ഉപയോഗിച്ചിട്ടുണ്ട്. എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി, നത്തിങ് ലെഫ്റ്റ്. അവനാണ് ക്രിയേറ്റ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 1:3 പറഞ്ഞാൽ സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ അവനാരാ? ഉളവാക്കിയവൻ. സ്തോത്രം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ എനിക്ക് എൻ്റെ തല എന്നവൻ ആരാ? എന്നെ തലയല്ലോ ശരീരത്തിൽ നിയന്ത്രിക്കുന്നത്. അപ്പൊ ദൃശ്യമായതും അദൃശ്യമായത് സകലത്തെ സൃഷ്ടിച്ചവനാണ് എൻ്റെ തല. അവനെയാണ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ സകലവും അതിന് കൺക്ലൂഷൻ വരുന്നത് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സോ എവരിത്തിങ് ക്രിയേറ്റഡ് ഫോർ മീ. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ദൂതന്മാർ, ഈവൻ സേറ്റാനെ പോലും
എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരാ ക്രിയേറ്റ് ചെയ്തത്? എൻ്റെ തലയാവുന്ന ക്രിസ്തു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആരാണെന്നുള്ള ഔന്നത്യം, ഗ്രേറ്റ്നെസ് ആണ് പറയുന്നത്. എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ യു പേഴ്സണലി. പ്രകൃതിയാകട്ടെ, കാറ്റാകട്ടെ, മഴയാകട്ടെ, രാജാക്കന്മാരാകട്ടെ, ദൂതന്മാരാകട്ടെ, വിസിബിൾ ആയിരിക്കുന്നു, ഇൻവിസിബിൾ ആയിരിക്കുന്ന സേറ്റാനിക് കിണ്ടത്തിന് സകലമായിക്കോട്ടെ, എന്തിനേയും എനിക്ക് വേണ്ടി, പേഴ്സണലായിട്ട് എനിക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. Who is that? സകലത്തിനും മേലിരിക്കുന്നവൻ. അത്രമാത്രം ഗ്രേറ്റ്നെസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഗവൺമെന്റ് കണക്കിട്ടിരിക്കുന്നത്. എന്നിട്ട് മോങ്ങിക്കൊണ്ടിരിക്കുക. ദുഷ്ടന്മാരെ, ശത്രു നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ദുഷ്ടത കൊണ്ട് നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ, നിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ എന്നെ ഒരു പക്ഷെ കുത്തുന്നുണ്ടായിരിക്കും, എന്നെ ദൂഷണങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പേര് നിന്ന് ആരോപിക്കുന്നുണ്ടായിരിക്കും. അത് പക്ഷേ നിന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവനാ. നിന്നെ നരകത്തിലേക്ക് വിധിച്ചവനാ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. ബി മൈൻഡ് ഓഫ് ദാറ്റ്. അത് മനസ്സിൽ വെച്ചോണം. നീ എന്നെ എത്ര നിന്ദിച്ചാലും ദുഷിച്ചാലും എന്തെല്ലാം തരികട കാണിച്ചാലും രോഗമിട്ടാലും നീ മരണമായിട്ട് എൻ്റെ മുമ്പിൽ വന്നാലും അതിനെ സൃഷ്ടിച്ചത് എൻ്റെ കർത്താവ്. മരണം എന്നിൻ്റെ ജയം എവിടെ? പാതാളം എന്നിൻ്റെ ജയം എവിടെ? നിന്റെ ജയം പാപത്തിൽ മരണമായിരുന്നു. പക്ഷെ പാപം അറിയാത്തവനെ എനിക്ക് വേണ്ടി നീതിയായി തീരുവാത്തൊക്കെ വേണം അവനെ പാപമാക്കി ആ പാപത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അവരെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം ഡിക്ലെയർ ചെയ്തു, മരണാധികാരി എന്ന പിശാചിനെ തന്നെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭയത്തിലായിരുന്നവരൊക്കെയും സ്വതന്ത്രരാക്കി. അതിൽപ്പെട്ടത് ഞാൻ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും. സോ യു ക്യാൻ ക്ലെയിം, ഞാൻ ആരാ? ഈ ബലഹീനത വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും ബലഹീനത. ക്രിസ്തു ഇല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറയുന്നതാണ് ഈ ഫ്ലഷ്. ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവില്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ്. അതിന് ദൈവത്തോട് ശത്രുത്വമുള്ളൂ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാത്തത്. അപ്പോൾ ബി ഓൾവേസ് വിത്ത് ക്രൈസ്റ്റ്. അവനുണ്ടോ? ഈ പറയുന്നതൊക്കെയും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ ബെനഫിറ്റിന് വേണ്ടി, ഗ്രേറ്റ്നെസ് ഗുഡ്നെസ്സിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പിന്നെ ആരും ഈ മോങ്ങുന്ന വർത്താനം പറഞ്ഞേക്കരുത്. ലോർഡ്, എവറിത്തിങ് ക്രിയേറ്റഡ് ഫോർ മീ ആൻഡ് ഇറ്റ് ഈസ് ഫോർ മൈ ഗുഡ്നെസ്. ഒരു പക്ഷെ നിങ്ങളുടെ ശരീരം വീക്കായിരിക്കാം, വിശ്വാസം വീക്കായിരിക്കാം, നിരന്തരമായ പോരാട്ടങ്ങൾ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എവറിത്തിങ് ക്രിയേറ്റഡ് ഫോർ യു. ഈ സൂര്യനെ നിയമം കൊടുത്ത് നിർത്തിയിരിക്കുക. സമുദ്രത്തിന്, വൻ സമുദ്രത്തിന് നിയമം കൊടുത്തിരിക്കുക. മണലിന് അതിരിട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത്രത്തോളം നിനക്ക് വരാം, ബി ദേർ, അവിടെ നിന്നോളണം. സമുദ്രത്തിന് അതിരിട്ടെങ്കിൽ തൻ്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നിനക്ക് വേണ്ടി കർത്താവ് അതിരിടുകയില്ലയോ? ശത്രു പോരാടി ദുഷിച്ചാൽ അവൻ സ്വതന്ത്രമായിട്ട് പോരാ. കാരണം വാക്യവും ഹൃദയത്തിൽ ഓർമ്മയിരിക്കും. വാക്യം പറഞ്ഞോണ്ടായില്ല. ബി ഫെയ്ത്ത്ഫുൾ ടു ദാറ്റ്. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാനുള്ള വാക്യാണിത്. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. And he is before all things and by him all things consisted. ഇപ്പോൾ യഹോവ വിറ്റ്നസ്സുകാർക്ക് ഇതൊക്കെ വാക്യം പറഞ്ഞു കൊടുത്താൽ സ്തോത്രം. ഒത്തിരി ഉണ്ട്. കർത്താവിൻ്റെ അറ്റോൺമെന്റിന് എഗേൻസ്റ്റ് ആയിട്ട്, അവൻ്റെ ഡിവിനിറ്റിക്ക് എഗേൻസ്റ്റ് ആയിട്ട്, അവൻ്റെ പ്രീ എമിനൻസിന്, അനാദിയിലെ അസ്തിത്വത്തിന് എതിരായിട്ട് കൊണ്ട് പറയുന്നവരൊക്കെ എന്തതിനറിയാമോ? ആദാമി വീട് പോയി മനുഷ്യനൊന്നും ഗുണം പിടിക്കരുത്. അവൻ്റെ പ്രായശ്ചിത്വം വ്യർത്ഥമാണെന്ന് പറയിപ്പിക്കണം. നീ വെറുതെ ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമാണെന്ന് മനുഷ്യരെ കൊണ്ട്, ആർക്ക് വേണ്ടി അവരത് ചെയ്തോ അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ശത്രുവിനെ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പിരിച്ചിൻ്റെ ലക്ഷ്യം. കഴുത്തറുത്തിട്ടാലത് പറയരുത്. പക്ഷേ നിങ്ങളുടെ അവിശ്വാസം ഡെവലപ്പ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ അത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെയാണ് തെറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ച് നടയെടുക്കുന്നതല്ല, അവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അതിനോട് കൂടെ പാരലായിട്ട് നടക്കുക. അപ്പൊ നമുക്ക് നിരാശ ഉണ്ടാകില്ല, അവരെ ത്യജിക്കേണ്ട ആവശ്യം വരില്ല. അല്ല, നമ്മുടെ ഇഷ്ടത്തെ മുറുകെ പിടിച്ച് കർത്താവെ സ്തോത്രം 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 പറഞ്ഞുകൊണ്ടിരുന്നാൽ
അത് നടത്തി തരുന്ന നിനക്ക് ദോഷമാണെന്ന് കർത്താവ് കണ്ടത് നടത്തി തരികയില്ല. ബിക്കോസ് ഹി ക്യാൻ ഡു ഗുഡ് ഓൺലി. ദൈവരാജ്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഡു ഗുഡ്. ശത്രുവായിരുന്നാലും അവന് നല്ലതെന്ന് കണ്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അഗാപ്പെ ലവ്, ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിന്റെ ബേസിസ്. അപ്പൊ ഒരു കാര്യം നിനക്ക് ചെയ്തു തരാതിരുന്നാൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു. ലോർഡ് താങ്ക് യു ഫോർ ദാറ്റ്. എന്ത് നന്മയ്ക്ക് അത് നീ ചെയ്യുള്ളൂ. അപ്പോൾ സർവത്തിനും മുമ്പേയുള്ളവൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചിട്ടിരുന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. അവൻ അടുത്ത വായിച്ച് പഠിക്കാനുള്ള 2 വാക്യങ്ങളാണ് 17 and 18. അവൻ സഭ എന്ന ശരീരത്തിന് എൻ്റെ തലയാകുന്നു. ഞാൻ സഭ എന്ന ശരീരത്തിലെ ഒരു അവയവമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള ബന്ധം, അതിൻ്റെ ആ യോഗ്യതകളാണ് നമ്മൾ ഇത്രയേരം പറഞ്ഞത്. അവൻ അദൃശ്യ ദൈവത്തിന് പൃഥ്വിയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരം സകലവും എനിക്ക് വേണ്ടി അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഇതിന്നും മാറരുത്. ആ അവൻ ഇത്രയും വൻ കാര്യങ്ങൾ ചെയ്ത അവൻ എൻ്റെ തലയാണ് എൻ്റെ ബോഡിയെ നിയന്ത്രിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ നാവ് എങ്ങനെ ടെസ്റ്റ് ചെയ്താലാണ് ഈ മലയാളം വാക്കുകൾ വരുന്നത്, അതിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എയർ എൻ്റെ വായിൽ കൂടെ വന്നാലാണ് ഈ മലയാളം വാക്കുകൾ വരുന്നത്. ഇതെല്ലാം ആരും നിയന്ത്രിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, റോബോട്ട്സ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്താൽ അത് പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇതിനെ സൃഷ്ടിച്ചവരെ നോക്ക്. ഞാനിപ്പോൾ പറയുന്ന വാക്ക് നിങ്ങൾക്കറിയുന്ന മലയാള വാക്കുകളായിട്ട് എങ്ങനെയാണ് വരുന്നത്? അതിനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവൻ്റെ ആ ക്രിയേറ്റീവ് പവർ എത്ര വലുത്. ആ ശബ്ദ തരംഗങ്ങൾ വന്ന് നിങ്ങളുടെ ചെവിയിൽ കൊള്ളുമ്പോൾ അതിന് ആ ഡയഫ്രത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസ് നിങ്ങളുടെ ബ്രെയിനിൽ പോയിട്ട് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലിരിക്കുന്ന ആ മെമ്മറി റീകളക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇതാ പറയുന്നതെന്ന്. അത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ക്രിയേറ്ററിൻ്റെ ഗുണം എത്രമാത്രം ശ്രേഷ്ഠമായത്. അവൻ എൻ്റെ തലയാണ്. ക്രൈസ്റ്റ് ഈസ് മൈ ഹെഡ്. ക്രൈസ്റ്റ് ഈസ് മൈ. ഈ ക്രിസ്തു ആരാണെന്ന് അനുഭവിക്കാത്തത് കൊണ്ടാണ് ശത്രുവിന് ചെറിയൊരു ആരവം കേൾക്കുമ്പോൾ പേടിക്കുന്നത്. അവന് തോക്കിനകത്ത് വെടിയുണ്ടയില്ല. തോക്കിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. വെടിവെച്ച് കളി. നീ ഒന്ന് വെടിവെക്കി, ഒന്ന് കാണട്ടെ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്തെ വീടെടുക്കപ്പെടേണ്ടി നിനക്കൊന്ന് വെടിവെക്കും. നിനക്ക് ധൈര്യമുണ്ട്, ചുണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ പറയണം. അപ്പോൾ അവൻ പിന്മാറും. കാരണം എന്താ പറയുക, തോക്കിൽ വെടിയുണ്ട്. പിന്നെ ഇത് വെടിയുണ്ടില്ലെന്ന് പരസ്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ 4 പേരെ അറിഞ്ഞാൽ നാളം കെട്ടുപോകും. അപ്പം കോംപ്രമൈസ് ചെയ്യാൻ നോക്കുക. ചായ വേണ്ട. ഈ വരട്ടുമ്പോൾ കാരണം ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ ആയുധവർഗം നമ്മൾ ഇനി കൊളസ്റ്റിനകത്ത് പഠിക്കാനുള്ളതാണ്. അത് ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് അവൻ്റെ തോക്കിൽ വെടിയുണ്ടില്ല. അവൻ്റെ തോക്കിൽ വെടിയുണ്ടായിരുന്നായിരുന്നു പാപം. പാപത്തിന് ദൈവം ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി ദൈവം അത് കണക്കിടുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് കണക്കിടുന്നതേ ഇല്ല എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പാപം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. അതിനെ ക്രിസ്തുവിന് നമുക്ക് ആവശ്യം, പാപത്തെ ഓവർകം ചെയ്യാൻ. സ്തോത്രം. ഈസ് മൈ ഗഡ്. എൻ്റെ തല അവനാണ്. സ്തോത്രം. സകലത്തിനും താൻ മുമ്പനാകേണ്ടത് അവൻ ആരംഭം മരിച്ചിടരുന്ന ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അതാണ് സംബന്ധിക്കുന്നത്. അവനെക്കുറിച്ച് നമുക്ക് ഫെയ്ത്ത് വർദ്ധിക്കാനുള്ള വാക്യം. ഓരോ വിശ്വാസിക്കും ഇത് ഹൃദയത്തിൽ എഴുതിയിരിക്കണം. ഇത് നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും വാക്യം പഠിക്കാൻ 10 മിനിറ്റ് മതി, അത് പറയാൻ 10 മിനിറ്റ് മതി. അത് ജീവനായിട്ട് പരിണമിക്കണമെങ്കിൽ നിങ്ങൾ അതിനോട് പ്രൊപ്പോർഷനായിട്ട് ട്രയൽസിൽ കൂടെ കടന്നുപോയി. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്, വിശ്വാസക്കുറവ്, അല്പവിശ്വാസങ്ങൾ ഇതൊക്കെ വെളിപ്പെടും. ചിലതൊക്കെ ത്യജിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾക്ക് അതിനോട് സ്നേഹം വെളിപ്പെടും. ഇതൊക്കെ ചീഞ്ഞു നാറുന്നതാണ്. കർത്താവ് എനിക്ക് വേണം, എനിക്ക് നിന്നെ വേണം. പ്ലീസ് ലോർഡ്, പ്ലീസ്. ഇത്രയും വലിയവനാ നീ എൻ്റെ തലയായിരുന്നു. എൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നീ നിയന്ത്രിച്ചാൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നീ തലയാണ് അല്ലേ ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ ഉയർത്തുന്നവനെ നീ നിയന്ത്രിച്ചാൽ എൻ്റെ കാര്യങ്ങൾ എത്ര ആശ്വാസമായിരിക്കും. എൻ്റെ തലമുറകളുടെ വിഷയം എത്ര ആശ്വാസമായിരിക്കും.
എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, അല്ലെങ്കിൽ എവിടെ പാർക്ക്, ഇതിലുള്ള വിചാരങ്ങളൊന്നും എനിക്ക് വിചാരങ്ങൾ വേണ്ട. രോഗമായിട്ട് കർത്താവേ ഇങ്ങനെ രോഗമുണ്ടല്ലോ, സ്തോത്രം, നീയാണ് ഇതിൻ്റെയും ഉത്ഭവം നീയാണ്, സകലത്തിൽ നീ ആധാരമായിരിക്കുന്നു. ലോർഡ്, എനിക്ക് നല്ലത് നീ ചെയ്യുള്ളൂ. എൻ്റെ തെറ്റുകൾ കൊണ്ട്, എൻ്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് വല്ലതും സംഭവിച്ച ലോർഡ്, ഇതെൻ്റെ പോഷത്തരമാണ്, പ്ലീസ്. ഞാനങ്ങനെ പറയാറ്. എന്ത് സംഭവിച്ചാൽ പറയാം, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. യു ആർ പെർഫെക്റ്റ് ഓൾവേസ്. അതുകൊണ്ട് നമ്മുടെ തല എന്താണെന്ന് നല്ലവണ്ണം ഉറപ്പിക്കുക, എക്സ്പീരിയൻസോടെ ഉറപ്പിക്കുക. ഇനി വീക്കായി വാക്കുകൾ വരരുത്. മരിക്കേണ്ടി വന്നാൽ എൻ്റെ കർത്താവിനല്ല അത് സംഭവിക്കുന്നത്. അവൻ എന്നെ അനുവദിക്കില്ല. അവൻ നിശ്ചയിക്കാതെ ഒന്നും അനുവദിക്കുകയില്ല. അവൻ നിശ്ചയിച്ചാൽ അതിന് മാറ്റമില്ല. എന്നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഒന്നും അവൻ ചെയ്യുകയില്ല. സ്തോത്രം. ദൈവമേ കർത്താവ്, വിഷയങ്ങളാൽ വചനങ്ങൾ നമ്മൾ ധൈര്യപ്പെടുത്തട്ടെ. ഒരു പാട്ടുണ്ട്, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറയ്ക്കുന്നവൻ. അത് എൻ്റെ അഡിഷനാ. സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമാതേവ സ്വർഗീയ പിതാവേ, നിന്റെ ജനത്തെ നീ ഉണർത്തുന്നതിനായി സ്തോത്രം. അല്പവിശ്വാസങ്ങൾ, മുൻവിധികളൊക്കെ അഴിഞ്ഞു കർത്താവ്, ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി നീ ആരാ, ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തെടുത്ത പ്രവൃത്തി എന്താ, ഇത്രമാത്രം വിലമതിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എന്തുള്ള കർത്താവ്. നിന്റെ വിശ്വസ്തത നിലനിൽക്കുന്നല്ലോ. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഇസ്രായേൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപ കൂടിയിരുന്നാട്ടെ കർത്താവ്. നിന്റെ വരവ് താമസമെങ്കിൽ നാളത്തെ സഭയോത്തുമേ കർത്താവ്, നാളത്തെ ക്ലാസ്സുമേ കർത്താവ് കൂടിയിരിക്കുകയും നാളെ കഴിഞ്ഞുള്ള യാത്രകളിൽ വരും സഭയോടുമേ കർത്താവ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ആരവത്തെ കൊടുക്കാൻ നിനക്ക് സാധിക്കും. നീ മാത്രം ദൃശ്യമാതും അദൃശ്യമാതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുകയാണ്. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.